ഇവിടെ ജയന്തി രാജൻ തന്നെ 100% ജയിക്കും. 2011 UDFിൻ്റെ ഭാഗമായിട്ടാണ് KP കുമാരൻ മത്സരിച്ചത്. അതിനുശേഷം വീണ്ടും അദ്ദേഹം LDFിൽ പോവുകയും ഇപ്പോൾ നിലവിൽ സ്ഥിതിയിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു കാര്യം ഈ കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ജയന്തി രാജൻ 100% വിജയസാധ്യതകൾ കാണുന്നുണ്ട്. ജയന്തി രാജൻ തന്നെ. അത് രണ്ടുപേരും ഒന്നിച്ച് വന്നതുകൊണ്ട് പറയണോ മാറ്റി പറയണത്? നമ്മളും പണ്ടേ കോൺഗ്രസ്സുകാരനെയാണ്. അപ്പോൾ ജയന്തി രാജൻ തന്നെ ജയിക്കും. ഇവിടെ കാലങ്ങളായിട്ട് മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ മറ്റവർ വന്നിട്ട്. വളരെ ശക്തരായിട്ടുള്ള ഈ LDFിൻ്റെ പിണറായി വിജയൻ, ശൈലജ ടീച്ചർ, അതുപോലെ MV രാഘവൻ ഇവരൊക്കെ വിജയിച്ചു പോയ മണ്ഡലമാണ് കൂത്തുപറമ്പ്. അന്ന് കൂത്തുപറമ്പ് അല്ലായിരുന്നു മണ്ഡലത്തിന് പേരൊന്നും പറയുന്നല്ലോ അല്ലേ? അതെ അതെ അതെ, മണ്ഡലം മാറിയല്ലോ. ആ മണ്ഡലം പേര് മാറി അല്ലേ? മണ്ഡലത്തിന് സ്വഭാവം മാറിയിട്ടില്ല. വയനാട്ടിലുള്ള ഒരു ലേഡിയാ ജയന്തി രാജൻ. മറ്റേത് നമ്മളെ കുറുപ്പിൻ്റെ ഏട്ടൻ്റെ മകനാണ്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് രാഷ്ട്രീയം. പക്ഷേ എങ്കിൽ വ്യക്തി വെച്ചിട്ടും രാഷ്ട്രീയമുണ്ട്. ഒരു വ്യക്തി നല്ലതാണെങ്കിൽ രാഷ്ട്രീയത്തിന് അതിന് അനുകൂലമായി നിൽക്കും. പിന്നെ എല്ലാത്തിൻ്റെയും ഉറവിടം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയം ജനങ്ങൾക്ക് എന്താണ് ഗുണം കിട്ടുക എന്നുള്ളതാണ് രാഷ്ട്രീയം മെയിനായിട്ട് നോക്കുന്നത്. വികസനം എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ അന്ന് ഇന്നത്തേനെക്കാട്ടും പാലോ റോഡോ ഒന്നും കൂടുതൽ വർദ്ധിച്ചിട്ടൊന്നും ഇല്ലേനെ കുറച്ച് മോഡിഫൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വരുന്നതിനിടെ വർധനമായിട്ട് കാണാനുള്ള ഒന്നുമില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ പറയുന്നത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ പൊതുവെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി മാറി വരുന്ന ഗവൺമെൻറ് മത്സര ബുദ്ധി ഉള്ളതുകൊണ്ട് സാധാരണക്കാരന് മെച്ചമുണ്ട്. ഇപ്പം പെൻഷൻ ആദ്യം 500-600 ആയിരുന്നു, അതിപ്പോൾ 3000 ആയല്ലോ. അത് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ടവന് വലിയൊരു ഗുണം തന്നെയാണ്. പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയുറച്ച വിശ്വാസികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഇല്ല. സാഹചര്യത്തിനനുസരിച്ചിട്ട് എവിടെയാണോ നമുക്ക് സീറ്റും അധികാരവും കിട്ടുന്നത് അവിടത്തേക്ക് ചായ്യ. അത് അണികൾക്ക് വലിയൊരു ഇപ്പം തന്നെ ഇലക്ഷൻ ജയിച്ചിനില്ല, മുഖ്യമന്ത്രി ആരാന്നില്ല അടിയായി. അപ്പോൾ അവിടെ എന്താ സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത്? സ്ഥാനമാനങ്ങൾക്കുള്ള പിടിവലിയല്ലേ? ജനങ്ങളെ സേവിക്കാനോ സംസ്ഥാനത്തെ സേവിക്കാനോ വേണ്ടിയിട്ടെന്ന് നമുക്ക് തോന്നണ്ടേ സാർ? ഇതെല്ലാം ഇന്നത്തെ രാഷ്ട്രീയ പൊസിഷൻ. പിന്നെ ഇനിയൊക്കെ കൂടുതൽ ചിന്തിക്കേണ്ടത് ന്യൂ ജനറേഷനാണ്. നമ്മളെല്ലാം ഏജ് ഓവറായി, അതായത് ബോണസ് കൊണ്ട് നിൽക്കുന്ന കൂട്ടർ. ഇന്ന് നാളാണ് 69-70 വയസ്സായി. നമ്മളെല്ലാം 18 വയസ്സിൽ രാജീവ് ഗാന്ധിയാണ് 18 വയസ്സിൽ വോട്ട് കൊണ്ടുവന്നതൊക്കെ. പക്ഷെ നല്ല നല്ല വ്യക്തികളൊക്കെ വേഗം പോവുക.